ഫുള്ള് മുളകാണ്. പച്ചമുളകിൻ്റെ വിളവെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. ഇതൊക്കെ സവാള ചേട്ടാ കൂടുതലും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സവാള. നമ്മളപ്പുറത്തെ തോട്ടത്തിൽ കണ്ടത് ഉള്ളിയാണ്, ഇവിടെ കൂടുതൽ സവാളയാണ്. ഒരുപാടുണ്ട് ഇങ്ങനെ കൊണ്ടുപോയത്. ആ ഭാഗത്തായിട്ടാണ് ഒരു സൂര്യകാന്തി പാടം വരുന്നതും അവിടെയാണ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. നമ്മൾ മാർക്കറ്റിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം കൂടുതലും ഉള്ളിയും സവാളയും ഇങ്ങനെ ഇതൊക്കെ ലേലം വിളിച്ചാണ് ഓരോരുത്തർ വന്ന് എടുക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നും നമ്മൾ തെങ്കാശിയിലാണുള്ളത്. അപ്പം തെങ്കാശിയിൽ നമ്മളെ സുന്ദരപാണ്ഡ്യപുരത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതാ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളെ സുന്ദരപാണ്ഡ്യപുരം റൂട്ടൊക്കെ നല്ല രസമായിട്ടുണ്ട്. അരുവികളിലൊക്കെ നല്ല വെള്ളം, അവിടെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മറ്റേ അന്യൻപാറ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അടുത്ത് കാണിച്ചു തരാം. നേരെ അന്യൻപാറയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശം നമ്മളെ സൂര്യകാന്തി പാടത്തിലേക്കാണ്. അപ്പം നേരെ ഞാൻ അങ്ങോട്ട് പോയി സൂര്യകാന്തി പാടമൊക്കെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് അന്യൻപാറയിലേക്ക് പോകും. അപ്പോൾ ഇതാണ് അന്യൻപാറ വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇത് സൈഡിലായിട്ടൊക്കെ ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം സൈഡിലൊക്കെ മാവും തോട്ടമൊക്കെ കാണാം നമുക്ക്. നല്ല റോഡാണ്. അപ്പം പോകുന്ന റൂട്ടൊക്കെ മുമ്പ് നമ്മൾ വരുന്ന സമയത്തൊക്കെ റോഡൊക്കെ വളരെ നോക്കി. ഇപ്പം റോഡൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നൊങ്ക് കേട്ടോ, നൊങ്ക് നൊങ്കിൻ്റെ ഇതൊക്കെയാണ്, പനയാണ് നിൽക്കുന്നത്. അപ്പോൾ പനകളാണ് കൂടുതൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മാവുണ്ട്. പിന്നെ എന്തൊക്കെ വെറൈറ്റി കൃഷികളൊക്കെ ഉണ്ട്. അറിയാൻ വയ്യ എന്തൊക്കെയാണെന്ന്. ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നല്ല വെള്ളവും കയറി കിടക്കുന്നുണ്ട്. എല്ലാത്തിനും നമുക്ക് ആവശ്യമുള്ള നമുക്ക് കിട്ടും. വയനാട്ടിലല്ല ആ സൈഡിലല്ല മൊത്തവും വെള്ളമാണ്. അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ വറ്റി. മുമ്പ് നമ്മൾ പറഞ്ഞ സമയത്തൊക്കെ അവിടെയൊക്കെ നമ്മൾ വണ്ടി കയറി ഇങ്ങനെ കറക്കിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞു. നമുക്കാണ്ട് ഈ സ്ഥലത്തൂടെയൊക്കെ വണ്ടി ഇറക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും നമുക്ക് മഴ കഴിഞ്ഞ് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. ഇപ്പോൾ ഓണ സമയമാകുമ്പോൾ വിളവെടുപ്പ് തുടങ്ങും. ചില സ്ഥലത്തൊക്കെ വിളവെടുപ്പ് നമ്മൾ കണ്ടായിരുന്നു. ഉള്ളിയുടെയൊക്കെ വിളവെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു വഴിയിലൊക്കെ. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കയറിയില്ല. നേരെ നമ്മൾ പൂവ് കണ്ടിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള സ്ഥലം കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും നമ്മൾ ആദ്യം വന്നത് സൂര്യകാന്തി പാടം കാണാനാണ്. നേരെ ഇനി അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഇത് ഫുള്ള് പച്ചമുളകിൻ്റെ കൃഷിയാണ്. ഇവിടെ മൊത്തം പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. ഇത് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കിട്ട്, ഇറങ്ങാൻ പറ്റുമെങ്കിൽ മുളക് കാച്ചിക്കണം. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് മുളക് മാത്രമല്ല, ഇവിടെ സൈഡിലായിട്ട് മത്തങ്ങയുടെ ഇതാണ്. മത്തങ്ങ വള്ളിയാണെന്ന് തോന്നുന്നത്. ഇതല്ല, മത്തങ്ങയാണ്. പിന്നെ വലിയ പച്ചമുളക് വെക്കുന്നതാണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഉള്ളിയുണ്ട്. ഉള്ളിയോ സവാളയാണെന്ന് തോന്നുന്നു. ഉള്ളിയോ സവാളയാണെന്ന് അറിയാൻ വയ്യ കറക്റ്റ്. ഇതിപ്പം ആയി വരുള്ളൂ. ഇനിയൊരു 10-15-20 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് നടക്കുന്നത്. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലെ നമുക്ക് ഓരോരോ കൃഷികൾ കാണാം. ചിലയിടത്ത് ഉള്ളിയാണ്, ചിലയിടത്ത് സവാള, ചിലയിടത്ത് ഇതുപോലെ പച്ചമുളക്, ചിലയിടത്ത് വെള്ളരിക്ക, അങ്ങനെ കുറേ കൃഷികൾ കാണാം. അപ്പം സുന്ദരപാണ്ഡ്യപുരത്ത് വരുമ്പം നമുക്ക് എന്തായാലും ഒരുപാട് കൃഷിയും തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാ പച്ചമുളകൊക്കെയാണ് കൂടുതലും കണ്ട, കൂടുതലും പച്ചമുളകാണ്. അപ്പോൾ നമ്മളിവിടെ തോട്ടത്തിൽ ആൾ നിന്നുകൊണ്ട് ചോദിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അല്ലാതെ നമുക്കിവിടെ അവരെ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി എന്ന് വെച്ചാൽ കൂടുതലും എല്ലായിടത്തും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ചവിട്ടി നശിപ്പിക്കരുത്. അപ്പോൾ ഇതൊക്കെ അവർക്കുള്ള എന്താ പറയുക ജീവിത മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഇതൊന്നും നശിപ്പിക്കാൻ പാടില്ല. അവിടുന്ന് ചോദിച്ചിട്ട് അവരെ തോട്ടത്തിലൊക്കെ ഇറങ്ങാൻ പാടുള്ളത്. അല്ലാതെ വഴിയിലൊക്കെ വന്ന് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങരുത്. വലിയ പച്ചമുളകുകളാണ് മൊത്തം. ഇങ്ങനെ മുളക് കാച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. മൊത്തം മുളകൊക്കെ പറിക്കുക. നമ്മളെ സുന്ദരപാണ്ഡ്യപുരം പോണ റൂട്ടിലാണ് നമ്മൾ ഈ കാഴ്ച കണ്ടത്. അങ്ങനെ നമ്മൾ ചാടി ഇറങ്ങിയതാണ്. ഫുള്ള്
പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ വിളവെടുപ്പാണ് ഇപ്പം നടക്കുന്നത്. നമ്മളെ ഈ അമ്മയുടെ പേരെന്തമ്മ? കുറുവമ്മ. അമ്മ കരുതുരുട്ടിക്കാരിയാണ്. അപ്പം മലയാളിയാണ്. ഇപ്പോൾ ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ 50 വർഷം മുമ്പ് ഇവിടെ കെട്ടിച്ചു വന്നത്. ഇപ്പം പുള്ളിക്കാരിയുടെ തോട്ടമാണ് ഇതൊക്കെ. ഇവിടെ ഇന്ന് മുളക് കൃഷി. ഉള്ളി എന്നാവും അമ്മ? അത് ഉള്ളി എന്നാവും? എന്നത്തേക്കാവും? 60 നാളാവും. മുളക് പറിക്കുകയാണ് അവര്. അപ്പം ഇതെല്ലാം മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇവിടുന്ന് പറിച്ച് ഒരു കെട്ടി മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. കൃത്യമായിട്ടുള്ള വില അന്നുള്ള മാർക്കറ്റ് വില അനുസരിച്ചാണ് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും കിലോ എത്ര കിട്ടും? അറിയത്തില്ല. അങ്ങനെ കൃത്യമായിട്ടുള്ള വില അറിയത്തില്ല. അറിയത്തില്ല. അത് ഉള്ളിയാ സവാളാണോ? പൊടി ഉള്ളി. അതാണ് സവാള അല്ല, അതിപ്പം പൊടി ഉള്ളിയാണ്. നമ്മളെ അമ്മയുടെ ഹസ്ബൻഡാണിത്. അണ്ണ പേരെന്താണ്? പേര് പ്രഭാകരൻ. അമ്മ ഇവർക്കുള്ള തോട്ടമായത്. അപ്പം അമ്മ ഇവിടെ നിന്ന് ഒരു രണ്ടും കൂടെ ചെയ്ത് കൃഷിയൊക്കെ ചെയ്ത് മുളകൊക്കെ വിളവെടുപ്പ് കിടക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പം പോകുന്ന വഴിയിൽ ഞാൻ വീണ്ടും നമ്മളൊരു പൂന്തോട്ടം കണ്ട്. അപ്പം ജമന്തി ആണ് നട്ടേക്കുന്നത്. അപ്പം അവിടെ തന്നെ പശു മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പശു ഒരു ചെറിയൊരു ഫാമാണ്. അപ്പം പുള്ളിക്കാരനെ നമ്മൾ ചോദിച്ചിട്ട് നമ്മളകത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മളിന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്. അതായത് പൂവ് ഇവിടെ തക്കാളിയുണ്ട് കേട്ടോ. പൂവ് മാത്രമല്ല, തക്കാളിയുണ്ട്. ഫുള്ള് തക്കാളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പൂവ് ഉള്ളതാണ്. ഓണം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂവൊക്കെ കൂടുതലും കാണുന്നത്. പിന്നെ ഇവിടെ സവാളയാണ്. ഉള്ളിയല്ല, സവാളയാണ്. ആയി വരുന്നേ ഉള്ളൂ. കൂടുതലും സവാളയും കാര്യങ്ങളൊക്കെയാണ്. കൂടുതലും സവാളയുണ്ട്. പിന്നെ ആ ഭാഗത്താണ് ജമന്തിപ്പൂ. അവിടെ ഫുള്ള് ജമന്തിപ്പാടാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മളെ സുന്ദരപാണ്ഡ്യപുരത്തിൽ സൂര്യകാന്തി പൂക്കൾ മാത്രമല്ല, പോകുന്ന വഴിയിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമ്മൾ കണ്ടിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ പറിക്കാറായിട്ടുണ്ട്. ഒരു 10-15 ദിവസം കഴിയുമ്പോൾ പറിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഇനിയും വീണ്ടും നമ്മളെ സൂര്യകാന്തി പാടത്തിലേക്കുള്ള ലക്ഷ്യം വെച്ച് പോവുകയാണ്. അപ്പം പോകുന്ന വഴിയിൽ ഞാൻ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കണേന്. നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകണേന്. അപ്പം നമുക്കിനി സൂര്യകാന്തി പാടത്തിലേക്ക് പോകാം അല്ലേ. അപ്പം ഞാൻ സൂര്യകാന്തി പാടത്തിലേക്ക് പോകുന്തോറും ഇതുപോലെ എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങും, വീഡിയോ എടുക്കും. നിങ്ങളെ ബോറടിപ്പിക്കുന്നതല്ല, സൂര്യകാന്തി പാടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നതല്ല, സംഭവം കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാതെ പോകണത് മോശമല്ലേ. ഇതൊക്കെ സവാള ചേട്ടാ. കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സവാള. നമ്മളപ്പുറത്തെ തോട്ടത്തിൽ കണ്ടത് ഉള്ളിയാണ്, ഇവിടെ കൂടുതൽ സവാളയാണ്. അപ്പോൾ ഇതൊക്കെ വിളവെടുപ്പിന് സമയമായി നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും നമുക്കിനി വീണ്ടും യാത്ര തുടരാം. പോകുന്ന സുന്ദരപാണ്ഡ്യപുരം എത്തുന്നതിന് മുമ്പ് തന്നെ കുറേ കാലിക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഈ വഴിയെ കൂടെ ഒന്ന് കയറിയിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ കുറേ കാലിക്കൂട്ടങ്ങളാണത്. അപ്പോൾ അതിനെയൊക്കെ മേയ്ക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പം പൂവാണ് ഇനി അകത്തോട്ട് പോകാനുള്ളത്. അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ പൂക്കൃഷിയുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നോക്കാം എന്തായാലും പോയി. അപ്പം നമ്മളിതാ ഇനി കയറി വന്നപ്പോൾ ഒരുപാട് കാലിക്കൂട്ടങ്ങളാണ്. പോത്തുകളാണ് കൂടുതൽ. പോത്തുണ്ട്, ആടും കാര്യങ്ങളൊക്കെ നോക്കണം. ആടിനെ കൊണ്ടുവരണം. നേരെ അങ്ങോട്ട് പോയി നോക്കാം.
ആടിനെ കൊണ്ടുപോകുന്നുണ്ട്. ആടിനെ ഇങ്ങനെ ഒരു മേച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരുപാടുണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ആ ഭാഗത്തായിട്ടാണ് ഒരു സൂര്യകാന്തി പാടം വരുന്നതും അവിടെയാണ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പം അതിന് തൊട്ടടുത്തൊക്കെയാണ് നമ്മളെ ഈ കാലിക്കൂട്ടങ്ങളെ കണ്ടത്. നമ്മൾ നേരെ ഇനി അവിടെ നിന്ന് ഒരു സൂര്യകാന്തി തോട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയും ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അവർ സെയിലിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. അവിടെയൊക്കെ പാടത്ത് ട്രാക്ടറൊക്കെ ഓടുന്നുണ്ട്. എന്തൊക്കെ കൃഷി ചെയ്യുകയാണ് വീണ്ടും. ഓരോരോ കൃഷികൾ ചെയ്ത് ഇപ്പോൾ കൃഷി ടൈമാണ് ഇവിടെ കൂടുതൽ. അടുത്തത് കൊച്ചുള്ളി സവാളയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അതായത് ഇവിടെ സൂര്യകാന്തി പാടം കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അവർക്ക് പ്രതീക്ഷയിൽ അവർക്ക് സെയിലിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതലും മലയാളീസാണ് ഇവിടെ വരുന്നത്. ഇവിടെ കൃഷി ചെയ്യുന്നതാണ് ഇതെല്ലാം. ബീട്രൂട്ട്, ഉരുളൻകിഴങ്ങ്, ഉള്ളി, സവാള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും സുന്ദരപാണ്ഡ്യപുരത്ത് വരുമ്പം, അതായത് തെങ്കാശിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തായാലും കൃഷി സാധനങ്ങൾ ഒരുപാടുണ്ട്. പച്ചക്കറി ഐറ്റംസ്, വെജിറ്റബിൾ, പൂവ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്. പൂ ഇഷ്ടം പോലെ ഉണ്ട്. എത്ര കിലോ ഒക്കെ വരുന്നത്? ഉള്ളി 3 കിലോ 100 രൂപ. എല്ലാം 3 കിലോ, എല്ലാം 2.5 കിലോ 100 രൂപ. അത് 3 കിലോ, ഇത് 3 കിലോ. അതെ, 4 കിലോ. 4 കിലോ 100 രൂപ. അതാണ് 4 കിലോ 100 രൂപ. ആ റേറ്റൊക്കെ ഉള്ളൂ. നമ്മളെ നാട്ടിലേയും കാട്ടി വളരെ റേറ്റ് കുറവാണ്. ഇനി നമ്മളെ നാട്ടിലേയും കാട്ടി ഞാൻ റേറ്റ് കുറവെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളെ നാട്ടിൽ റേറ്റ് കൂടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റേതായ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ ചേർത്താണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കച്ചവടക്കാർ ചെറിയൊരു ലാഭം മാത്രമേ അതിൽ വാങ്ങുന്നുള്ളൂ. അല്ലാതെ കൊള്ള ലാഭം ആരും നമ്മുടെ നാട്ടിൽ പച്ചക്കറിക്കൊന്നും എടുക്കുന്നില്ല. അത് നമ്മുടെ തെങ്കാശിയിലെ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് വന്ന് നമുക്ക് സാധനം വാങ്ങുമ്പോൾ അതിനെന്തായാലും നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ടുള്ള റേറ്റ്. നാട്ടിലും നമ്മളെ ഇവിടെ ആയിട്ട് വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. പിന്നെ അത്യാവശ്യം ലാഭം എടുക്കാതെ തന്നെ ഒരു ബിസിനസ്സും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. നമുക്ക് അതൊക്കെ കണ്ടിട്ട് നമുക്കിനി സൂര്യകാന്തി പാടത്തിലേക്ക് പോവാം. അപ്പം കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഈ തെങ്ങും തോപ്പിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാനുള്ളത്. തെങ്ങും തോപ്പിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം കുറച്ചകത്തേക്കാണ് ഈ സൂര്യകാന്തി പാടം കാണുന്നത്. ഇത് സുന്ദരപാണ്ഡ്യപുരം ഭാഗങ്ങളാണ്. കൃത്യമായിട്ടുള്ള സ്ഥലം ഞാൻ ചോദിച്ചിട്ട് എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്ത് സ്ക്രീനിൽ കൊടുക്കാം. അപ്പം ഇതിലേക്ക് നടന്ന് പോവാം. അപ്പം ചെറിയൊരു എൻട്രി ഫീ ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് ചെറിയൊരു എൻട്രി ഫീ വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കാലിക്കൂട്ടങ്ങളൊക്കെ കണ്ടത് അവിടെയാണ്. അവിടെ എന്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്, ഇവിടെയും നട്ടിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ അതൊന്നും പൂവായിട്ടില്ല. അത് ഇനി അടുത്ത മാസത്തിൽ, അതായത് ഓണസമയമൊക്കെ ആകുമ്പോൾ വീണ്ടും നമ്മളവിടുത്തെ സ്കൂൾ വെക്കേഷൻ സമയത്തൊക്കെ വീണ്ടും ഇവിടെ പൂവുകളൊക്കെ ഒരുപാടാകും. ഇപ്പം ചെയ്തേക്കുന്ന പൂവ് തന്നെ ഒരുപാട് ആയിട്ടില്ല. അപ്പോൾ ഹൈറ്റിലോട്ട് എത്തിയിട്ടില്ല. അപ്പം ആയി വരുന്നേ ഉള്ളൂ. ഒരു 10-20 ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ സെറ്റായി വരും. അപ്പം നമുക്ക് ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ എൻട്രി ഫീ വരുന്നത്. ഇപ്പം ഗൂഗിൾ പേ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്നാൽ ഈ കാണുന്നതാണ് നമ്മുടെ സൂര്യകാന്തി തോട്ടം. അകത്തേക്ക് പോവാം. ചെയ്ത് വരുന്നതേ ഉള്ളൂ. സൂര്യകാന്തികൾ കുറേ ഭാഗത്തൊക്കെ നട്ടിട്ടേ ഉള്ളൂ. ഒരുപാട് ഹൈറ്റിലോട്ട് ഇത് വരാനുണ്ട്. ഒന്നും ആയിട്ടില്ല. ഒരു 10-20 ദിവസം കഴിയുമ്പോൾ വീണ്ടും സെറ്റാകും. വേറെ തോട്ടമുണ്ട്, ഇനി അപ്പുറത്ത് വേറെ തോട്ടമുണ്ട്. അതൊക്കെ വലിയ ഹൈറ്റിലേക്ക് എത്തിയൊക്കെ തോട്ടങ്ങളുണ്ട്, നല്ല സെറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോവാം. ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ കയറിയേക്കുന്നത്. സൂര്യകാന്തി പൂവ് സീഡ് എടുക്കാനല്ലേ? ഓയിൽ വാങ്ങണം. അത് ഇവിടുന്ന് എത്ര കാലത്തെ ഇത് വിളവെടുപ്പ്? 90 ഡേയ്സ്. ഇപ്പം എത്ര ഡേയ്സ് ആയി? 20 ഡേയ്സിൽ എല്ലാം സെറ്റാക്കാം. അപ്പത്തേക്ക് കുറച്ചുകൂടെ ഹൈറ്റ് ആവില്ല ഇത്? കുറച്ചും കൂടെ ഹൈറ്റ് വരും. അപ്പോൾ വേറെ തോട്ടം ഇനി അടുത്തൊക്കെ അല്ലേ ഇതുപോലെ? இந்த வருஷம் போடல. இந்த வருஷம் ഈ വർഷം കുറവാണെന്നാണ് പറയണത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം വളരെ കുറവാണെന്ന് പറയുന്ന തോട്ടങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാട്ടി കുറവാണ്. അതായത് ക്ലൈമറ്റ് മോശമായതാണ് ഇപ്പം സൂര്യകാന്തി കൃഷി വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റുള്ള കൃഷികളാണ് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ
നമുക്ക് കുറച്ച് ഇനി അകത്തെ തോട്ടത്തിനൊക്കെ കാണാം. അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ 70 ദിവസമായിട്ടുണ്ട് നട്ടിട്ട്. അപ്പോൾ 20 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ വിളവെടുപ്പ് നടക്കും. അപ്പോൾ ഈ സൂര്യകാന്തിയുടെ സീഡ് ഓയിലാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഇതിൽ വരുന്നവരെന്തായാലും ഇതൊന്നും ചവിട്ടി നശിപ്പിക്കാൻ നോക്കരുത്. ഇവിടെ അടുത്ത കൃഷിയുടെ പരിപാടികൾ നോക്കുകയാണ്. ഫുള്ള് ഉഴുത് മറിക്കുകയാണ്. നമുക്കിന്ന് ഈ അകത്തോട്ട് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. എന്തായാലും അകത്തോട്ട് പോയാലേ നല്ല രീതിയിൽ ഒരു വ്യൂ കിട്ടുള്ളൂ. നമ്മൾ ഈ സൂര്യകാന്തി പാടത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ തക്കാളിയും മറ്റ് കൃഷികളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ കണക്ക് തന്നെ ഇത്തിരി കൂടെ വലിയൊരു തക്കാളി കൃഷിയാണ്. പിന്നെ ആ ഭാഗത്ത് ചോളം നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ ക്ലൈമറ്റ് മോശമായതുകൊണ്ടാണ് ഒരു സൺഫ്ലവർ ഒഴിവാക്കിയിട്ടാണ് ഇപ്പം ചോള കൃഷിയാണ് കൂടുതലും ചെയ്തേക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ മറ്റേ അമരപ്പയറാണ് കേട്ടോ, കൂടുതൽ അമരപ്പയറാണ് ഈ സ്ഥലത്തൊക്കെ ഉള്ളത്, ഈ ഭാഗത്ത്. പിന്നെ ആ സ്ഥലത്തൊക്കെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം. ഇപ്പം ചോളമാണ് കൂടുതലുള്ളത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്താണ് ഇപ്പം സൂര്യകാന്തി ഉള്ളത്. അപ്പോൾ ഇനി വേറൊരു തോട്ടങ്ങളുണ്ട്. അത് വിളവെടുപ്പ് കഴിഞ്ഞോ ഇല്ലയെന്ന് അറിയാൻ വയ്യ. അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയും കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാനും ഉണ്ട്. ഒരുപാട് ആൾക്കാർ നിർത്തിയിട്ടുണ്ട് ഞായറാഴ്ച ദിവസമായിട്ട് തന്നെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം. തോട്ടത്തിനകത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. വരുമ്പത്തൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ കണ്ടുപോവാം. ഈ എൻ്റെ ബാക്കിൽ ഫുള്ള് അമരപ്പയറിൻ്റെ കൃഷിയാണ്. അപ്പോൾ ഈ സൈഡിൽ സൂര്യകാന്തിയാണ്. ഇതിൻ്റെ അകത്തൂടെ നടന്ന് ഇങ്ങനെ കണ്ടുപോവാം. നല്ല രസമാണ്. ആ ഭാഗത്ത് ചോളവുമാണ്. നല്ല രസമുണ്ടല്ലേ നോക്കി. അമരപ്പയറിൻ്റെ ചെടിയിലുള്ള പൂവും നല്ല രസമുണ്ട് കാണാൻ. നല്ല വൈറ്റ് പൂവ് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഫുള്ള് ചോളമാണ് കേട്ടോ, ഫുള്ള് ചോളമാണ് നട്ടേക്കുന്നത്. അത് ഒരുപാടുണ്ട്, അങ്ങോരോ ഒരുപാടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഇടയിൽ ഇറങ്ങാറുണ്ട്. ഫുള്ള് ചോളം, ഒരു സൈഡ് സൂര്യകാന്തി, പിന്നെ അമരപ്പയർ, തക്കാളി, അങ്ങനെ കുറേ കൃഷികൾ മാത്രമുള്ളൊരു ഏരിയയാണ് നമ്മളെ ഈ സുന്ദരപാണ്ടിപുരം. ഇവിടെ കൃഷിക്ക് ആവശ്യമായിട്ട് നല്ലൊരു കുളമുണ്ട്. കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ എടുക്കുന്ന സ്ഥലമാണിത്. വലിയൊരു കുളമാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ കൃഷിയും കാര്യങ്ങളെല്ലാം കാണാം. എന്തായാലും ഫ്രീ ആകുമ്പോൾ എന്തായാലും തെങ്കാശ്ശേരി നമ്മളെ സുന്ദരപാണ്ടിപുരത്തെത്തി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അത് ചോളമാണ്. രണ്ടുപേരാണ് നമ്മളിങ്ങനെ റോഡേ പോയപ്പം നമ്മളെ ഈ സൂര്യകാന്തി പാടം കാണാൻ വേണ്ടി ഇങ്ങനെ വിളിച്ച് കയറ്റിയത്. പിന്നോട്ടാണ് അങ്ങോട്ട് പോകാനുള്ളത്. യവന്മാരുണ്ട്. നിങ്ങളെ പേരെന്താടാ? മുത്തുകുമാർ, ഗൗതമിൻ്റെ വീടാണ് ഈ കാണുന്നത്. അപ്പം യവന്മാർ എത്ര 10ലാണ് പഠിക്കുന്നത്. യവന്മാർ ആ അവധി ദിവസമായതുകൊണ്ട് ഇങ്ങനെ റോഡിൽ നമ്മൾ പോകുന്ന വളരെ ഇങ്ങനെ വിളിച്ച് കയറ്റുന്നുണ്ട് എല്ലാവരും. അപ്പോൾ വണ്ടി വരുന്നുണ്ടോ? ഉണ്ടോ? യവന്മാരുണ്ടോ? പൂ കാണിച്ച് അവന്മാരിങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവന്മാരാണ് നമ്മളെല്ലാവരെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ കുറേ പൂവും പിന്നെ കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ സൂര്യകാന്തി പാടത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും അടുത്തൊരു സൂര്യകാന്തി പാടം തേടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സുന്ദരപാണ്ടിപുരം, ഒരു ചെറിയൊരു ടൗൺ വരുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നൊരു 18 കിലോമീറ്റർ കുട്രാളം വരുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഇവിടുത്തെ പൂവിൻ്റെ ഇതൊക്കെ കഴിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പം ഇത്തവണ വളരെ
കുറവായിരുന്നെന്നാണ് പറയണത്. അതുകൊണ്ട് ആ ഒരു പാടം മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ തിരക്കിയപ്പം പറയണത്. ഞാൻ കരുതിയ വേറെ ഉണ്ടെന്നാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കുറ്റാലത്തോട്ട് പോകും അല്ലേ. അപ്പോൾ നമുക്കിനി കുറ്റാലം കാണാൻ വേണ്ടി പോകും. അപ്പം പൂവിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പോകണ വഴി ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഇപ്പോൾ ഉള്ളത് തെങ്കാശിയിലെ ഒരു വലിയൊരു മാർക്കറ്റിലാണ്. പാവുക്ഷേത്ര മാർക്കറ്റ് എന്ന് പറയും. പിന്നെ സ്വരന്ത മാർക്കറ്റ്. അങ്ങനെ 2 മാർക്കറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ വലിയ മാർക്കറ്റ് വരുന്നത്. അപ്പം നമ്മൾ കണ്ട കൃഷിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വിളവെടുപ്പ് നടത്തി ഇവിടേക്കാണ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഇതാണ് നമ്മളെ പാവുക്ഷേത്ര മാർക്കറ്റ്. തെങ്കാശി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ടത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിൻ്റെ അകത്തെ കാഴ്ചകൾ കൊണ്ട് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ മാർക്കറ്റിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം കൂടുതലും ഉള്ളിയും സവാളയും ഇങ്ങനെ ഇതൊക്കെ ലേലം വിളിച്ചാണ് ഓരോരുത്തരൊന്ന് എടുക്കുന്നത്. ഒരുപാടുണ്ട്, ഇങ്ങനെ കുറേ നടന്ന് കാണാനുണ്ട്, ഇങ്ങനെ കറങ്ങി കടന്ന് കാണാനുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലും ഉള്ളിയുണ്ട്, പിന്നെ മരപ്പയറുണ്ട്, മത്തങ്ങയുണ്ട്, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം കവർ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കൂടുതലും കോളിഫ്ലവറും ക്യാബേജൊക്കെയാണ്. ഇവിടെ വെളുത്തുള്ളിയാണ്, ഫുള്ള് വെളുത്തുള്ളിയാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പബ്ലിഷ് ചെയ്യുള്ളൂ. അതായത് ഇന്നത്തെ റേറ്റ് ഓരോ ദിവസം ഓരോ റേറ്റുകളാണ്. അപ്പം ഇന്ന് മാർക്കറ്റ് റേറ്റ് ഇതുവരെ ഒരു ബോർഡിൽ ഇട്ടിട്ടില്ല. അതൊക്കെ നോക്കിയാണ് ലേലം സമയമാകുമ്പോഴാണ് അതൊക്കെ പറയുന്നത്. കിലോ എത്ര രൂപ എന്നൊക്കെ പറയും. ആ സമയത്ത് ഇവിടെ നല്ല ആളും തിരക്കുമായിരിക്കും. കച്ചവടക്കാർ ഒരുപാട് വരും. കൂടുതലും മലയാളികളാണ് വരുന്നത്. മലയാളികൾ എല്ലാ നാട്ടുകാരും ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പച്ചക്കറി വരുന്ന സ്ഥലം, മെയിനായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ തെങ്കാശിയിലെ പാവുക്ഷേത്രം. സംഭവം കുറച്ചൊന്നും ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. ഓരോ എൻട്രൻസുകളുണ്ട്. ഇവിടുന്ന് അവിടെ നമ്മളിപ്പോൾ കയറിയ എൻട്രൻസ് അല്ലാതെ 2-3 എൻട്രൻസ് അല്ലാതെ വരുന്നുണ്ട് ഇതിനകത്തേക്ക് കയറാൻ. ഒരുപാട് വെജിറ്റബിൾസാണ് കൂടുതലുള്ളത്. അപ്പോൾ വെജിറ്റബിൾസ് മാത്രമല്ല ഫ്രൂട്ട്സും വരും. അപ്പോൾ ലേലം ടൈം ആയിട്ടില്ല. വൈകുന്നേരം സമയം കഴിയും, ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കൂടുതലിന്ന് ഉള്ളിയും സവാളയൊക്കെയാണ് കാണുന്നത്. പിന്നെ മത്തനുണ്ട്. പിന്നെ ഓരോ ഐറ്റംസ് വരുന്നേ ഉള്ളൂ. വൈകുന്നേരവും രാവിലെയുള്ളതാണ് ഇവിടെ ലേലവും കാര്യങ്ങളൊക്കെ വരുന്നത്. കായൊക്കെ ഉണ്ട് ഒരുപാട്, തക്കാളി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വലിയൊരു മാർക്കറ്റ് അത്. തെങ്കാശിയിലെ അറിയപ്പെടുന്നൊരു മാർക്കറ്റാണ് നമ്മുടെ പാവുക്ഷേത്രം മാർക്കറ്റ്. ഹോൾസെയിൽ മാർക്കറ്റാണ്. വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയിൽ. സാധനങ്ങൾ വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കുറേ വൈകുന്നേരം ആകുമ്പോഴാണ് ലേലം കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഉരുളൻകിഴങ്ങ്, അങ്ങനെ കുറേ വെജിറ്റബിൾസ് ഇനി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കറങ്ങി ഫുള്ള് കണ്ടിട്ടങ്ങ് പോവുകയാണ്. ലേലം തുടങ്ങിയില്ല, വൈകുന്നേരം ആവും. നല്ല ഒരു 3 മണി കഴിയുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഉച്ച കഴിയും എന്തായാലും. അപ്പോൾ ഇപ്പോൾ സമയം 11 മണിയായത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് മാർക്കറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറിയതാണ്. അപ്പോൾ നമ്മൾ ഇനി തെങ്കാശിയിലെ അടുത്തൊരു സ്ഥലം തേടി നമുക്ക് പോവാം. അപ്പോൾ യാത്രകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളും നമ്മളെ യാത്രയോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു. തെങ്കാശി യാത്ര കണ്ട് നമ്മളിപ്പം തെങ്കാശിയിലെ ഓൾഡ് കുറ്റാലത്തിലേക്കാണ് പോകുന്നത്. അപ്പം ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടന്ന് അകത്തേക്ക് പോകാറുണ്ട്. നമുക്കിനി ഓൾഡ് കുറ്റാലത്തിലെ കാഴ്ചകൾ കാണാം. ന്യൂ കുറ്റാലമല്ല, ഇത് ഓൾഡ് കുറ്റാലമാണ് ഇപ്പം പോകുന്നത്. അകത്തേക്ക് ബസ്സും കാര്യങ്ങളും ഒരുപാട് നടന്ന് കയറാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ബസ്സും പോകുന്നുണ്ട്. പിന്നെ ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ബസ്സുകൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. കുറേ അകത്തേക്ക് പോകുന്നു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പാർക്ക് ചെയ്തിട്ട് ഇത്രയും നടന്ന് കയറുന്നത് ആദ്യമായിട്ടാണ് ഒരു വാട്ടർഫാൾസ് കാണാൻ. അത് ഇത്രയും റോഡ് സൗകര്യം ഉണ്ടായിട്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ബസ്സൊക്കെ വിടുന്നുണ്ട്. അതിന് മുകളിൽ പാർക്കിംഗ് സൗകര്യം ഇല്ലേ, കുറവാണ്, അറിയാൻ വയ്യ. ഒരുപാട് എനിക്ക് തോന്നുന്നു പാർക്ക് ചെയ്തിട്ട് നല്ലൊരു റോഡിൽ കൂടെ 2 കിലോമീറ്ററോളം നടന്ന് ഇങ്ങനെ മേലോട്ട് പോവുകയാണ്. സംഭവം ഞാൻ കുറച്ചേ ഉള്ളതെന്നും പറഞ്ഞാണ് ഞാൻ നടന്നു വന്നത്. സംഭവം 2 കിലോമീറ്ററോളം ഉണ്ട്. അതായത് നമ്മൾ താഴെ മെയിൻ പാർക്കിങ്ങിൽ നിന്ന്
നേരെ ഇങ്ങോട്ടേക്ക് വരാൻ. അപ്പം ബസ് സർവീസ് ഉണ്ട്, അതായത് തെങ്കാശിയിലേക്ക് മെയിൻ സിറ്റിയിലേക്ക് പോകുന്ന ബസ് സർവീസാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്ന് റിട്ടേൺ ചെയ്താണ് ബസ്സുകൾ പോകുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷകളാണ്. എൻ്റെ അഭിപ്രായത്തിൽ നടന്നു വരേണ്ട കാര്യമൊന്നുമില്ല. ഓട്ടോയ്ക്ക് ഒരു 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ കയറി വരാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ വരുന്ന വഴിയിൽ കാണാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയാൽ എന്തെങ്കിലും ഇത്തിരിയും കാണാനുള്ളൂ. അപ്പം നമ്മൾ നേരെ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നിന്ന് വാട്ടർഫാൾസിൻ്റെ താഴെ നിന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ ആ തിക്കിലും തിരക്കിലും നിന്ന് കുളിക്കേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് കൂടുതൽ നേരം കറങ്ങി നിൽക്കാതെ നേരെ വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ കച്ചവടക്കാരെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബൈക്കും കാറൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ അവരെ കയ്യിൽ നിന്നൊക്കെ ഓരോ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് അടുത്തത് ഞാൻ പോകുന്ന നേരെ നമ്മളെ ന്യൂ കുറ്റാലത്തിലേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ന്യൂ കുറ്റാലത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ന്യൂ കുറ്റാലവും ഓൾഡ് കുറ്റാലവും തമ്മിൽ ഏകദേശം 8 കിലോമീറ്റർ വ്യത്യാസമേ നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 സ്ഥലവും പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഓൾഡ് കുറ്റാലത്തിൽ നിന്ന് ഒരു 15 മിനിറ്റ് യാത്ര ചെയ്ത് നമ്മൾ നേരെ ന്യൂ കുറ്റാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ന്യൂ കുറ്റാലം നമുക്ക് ഓൾഡ് കുറ്റാലത്തിൻ്റെ അത്ര നടന്നു പോകേണ്ട കാര്യമില്ല. പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നൊക്കെ പിന്നെ കുറേ കച്ചവടങ്ങൾ വരുന്നുണ്ട്. ആ കച്ചവടത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ നേരെ ന്യൂ കുറ്റാലത്തിലേക്ക് പോകാനുള്ളത്. ഇപ്പോൾ നമ്മൾ ആ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്, വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ചെറിയൊരിത് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ അടുത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് വെള്ളച്ചാട്ടം കൂടുതൽ ദൃശ്യമാകുന്നത്. ഓൾഡ് കുറ്റാലത്തെ പോലെ തന്നെയാണ് ന്യൂ കുറ്റാലത്തിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ ഓൾഡ് കുറ്റാലത്തിൽ കുറച്ചും കൂടെ കുളിക്കുവാൻ സൗകര്യം കൂടുതലാണ്. ഇവിടെ വളരെ തുച്ഛമായ ആൾക്കാർക്ക് മാത്രം നിന്ന് കുളിക്കാനേ സൗകര്യങ്ങളുള്ളൂ. തെങ്കാശിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും കൂടിയാണ്. തെങ്കാശിയിലെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് കണ്ടേക്കുന്നത്. ഇനിയും ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. മുമ്പ് നമ്മൾ പലപ്പോഴായിട്ട് തെങ്കാശിയിലെ വിവിധ സ്ഥലങ്ങൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളും നിങ്ങൾ കാണേണ്ടതാണ്. വീണ്ടും മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി നമ്മൾ ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക.